മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റവും അത് മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ശനി രാശി മാറിയത് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലേക്ക് ആയിരുന്നു. ഏപ്രിൽ 28 തിങ്കളാഴ്ച ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒക്ടോബർ 3 വരെ നിൽക്കുന്നതുമായിരിക്കും. ഇതിനിടയ്ക്ക് ജൂലൈ 13 ശനി വക്രഗതിയിലാകുന്നതും ഒക്ടോബർ 3 വക്രഗതിയിൽ തന്നെ വീണ്ടും പൂരുരുട്ടാതിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും. ശനി തൻ്റെ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിബലവാനായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ശനി നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശനി നിങ്ങളുടെ 11ഉം 12ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ്. ശനി 1-ൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് 7.5 ശനിയുടെ 2ാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മീനത്തിൽ നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി 3ാം ഭാവത്തിലും 7ാം ദൃഷ്ടി 7ാം ഭാവത്തിലും 10ാം ദൃഷ്ടി 10ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഏകദേശം 6 മാസക്കാലത്തോളം നിൽക്കുന്നതായിരിക്കും. കഴിഞ്ഞ കുറച്ച് സമയമായി മീനം രാശിക്കാർ 7.5 ശനി കാരണം പല കഷ്ടതകളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് ആരോഗ്യത്തിൽ പ്രശ്നം, മറ്റു ചിലർക്ക് സാമ്പത്തിക പ്രശ്നം, ചിലർക്ക് കരിയറിൽ പ്രശ്നം, മറ്റു ചിലർക്ക് ബിസിനസ്സിൽ പ്രശ്നം. ഇങ്ങനെ എന്തെങ്കിലും കാരണവശാൽ വിഷമങ്ങൾ ഉണ്ടായി കാണും. ശനി സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്ന ഈ സമയത്ത് 7.5 ശനിയുടെ പ്രഭാവങ്ങളിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ശനി ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല പരിവർത്തനങ്ങൾ വരാനിടയാക്കുന്നതായിരിക്കും. 7.5 ശനി കാരണം ഉണ്ടായിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഈ സമയത്ത് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ചിന്താശക്തിയിലും മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. ശനി 11ാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ. 11ാം ഭാവം ലാഭസ്ഥാനമാണ്. ഈ സമയത്ത് ശനിയും ഉത്രട്ടാതി നക്ഷത്രവും ചേർന്ന് നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും. അങ്ങനെ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. 11ാം ഭാവം ഉപജയസ്ഥാനമാണ്. ഈ സമയത്ത് ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള പല വഴിത്തിരിവുകളും ഉണ്ടാകുന്നതായിരിക്കും. ശനി 12ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. ഈ സമയത്ത് ചിലവുകൾ എങ്ങനെ കുറയ്ക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതനുസരിച്ച് ആക്ഷൻസ് എടുക്കുന്നതുമായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. കുടുംബത്തെ ആരെങ്കിലും വളരെ സമയമായി ആശുപത്രിയിലായിരുന്നുവെങ്കിൽ രോഗം ഭേദമായി വീട്ടിൽ തിരിച്ചെത്തുന്നതായിരിക്കും. കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വരുന്ന 6 മാസക്കാലത്ത് നിങ്ങളുടെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ശനിയുടെ 3ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 3ാം ഭാവത്തിലാണ്. ഇത് ശനിയുടെ മിത്രം ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള ഇടവം രാശിയാണ്. ഈ സമയത്ത് ഇവിടെ ശനി, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെയും ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെയും സംയുക്ത എനർജി ഉണ്ടാകുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകുവാൻ സഹായിക്കുന്നതാണ്. ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും.
ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും കലഹമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർ, മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം നല്ല ഗ്രോത്ത് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ആത്മധൈര്യത്തിൽ നല്ല വർധനമുണ്ടാകുന്നതും എന്തിനേയും നേരിടുവാനുള്ള ഒരു മനസ്ഥിതി ഉടലെടുക്കുന്നതുമായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളാണല്ലോ ഉള്ളത്. ശനി ഈ സമയത്ത് 2 പാദം പോലും മുഴുവനും സഞ്ചരിച്ച് തീർക്കുന്നതല്ലായിരിക്കും. 2-ാം പാദം കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് ശനി വക്രഗതിയിലാകുന്നതായിരിക്കും. ഏപ്രിൽ 28-ാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നവാംശകം ചാർട്ട് അനുസരിച്ച് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 1-ാം പാദം സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള ചിങ്ങം രാശിയാണ്. ഇത് നിങ്ങളുടെ 6-ാം ഭാവമാണ്. ഇവിടെ സൂര്യൻ, ശനി, ഉത്രട്ടാതി എന്നിവയുടെ സംയുക്ത എനർജി ഉണ്ടാകുന്നതായിരിക്കും. 6-ാം ഭാവം ജീവിതത്തിൽ സംഭവിക്കുന്ന സംഘർഷപരമായ പല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. അതായത് രോഗം, ഋണം, ശത്രു, തൊഴിൽ എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. കടബാധ്യതകളുള്ളവർക്ക് അത് കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ ശ്രമിക്കുവാൻ തോന്നുന്നതായിരിക്കും. നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതുമായിരിക്കും. ഡോക്ടർ, വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ആർക്കിടെക്റ്റ്, അതുകൂടാതെ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. എന്തെങ്കിലും കോർട്ട് കേസുകളോ മറ്റ് ഡിസ്പ്യൂട്ടുകളോ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും. ജൂൺ 6-ാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. നവാംശകം ചാർട്ടിൽ ഇത് ബുധൻ്റെ ആധിപത്യത്തിലുള്ള കന്നിരാശിയാണ്. ഇത് നിങ്ങളുടെ 7-ാം ഭാവമാണ്. ഇവിടെ ശനിയുടെ 7-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. 7-ാം ഭാവത്തിൽ ശനി, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെയും ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെയും സംയുക്ത എനർജി ഉണ്ടാകുന്നതായിരിക്കും. ഇത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറാൻ സഹായിക്കുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഇടയാക്കുന്നതും ആയിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതെല്ലാം മാറി ജീവിതം സന്തോഷപ്രദമുള്ളതാകുന്നതുമായിരിക്കും. ശനിയും രാഹുവും ഇവിടെ ഒന്നിച്ച് നിന്ന സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു കാണും. ഈ വക പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. ബിസിനസ്സിലും ചിലർക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി കാണും. ഈ സമയത്ത് അതെല്ലാം മാറി ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. ശനിയുടെ 10-ാം ദൃഷ്ടി പതിക്കുന്നത് 10-ാം ഭാവത്തിലാണ്. ഇത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള ധനുരാശിയാണ്. ഇവിടെ ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഈ സമയത്ത് കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതീ-യുവാക്കൾക്ക് നന്നായി പരിശ്രമിച്ചാൽ പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതായിരിക്കും. ഇവിടെ മീനം രാശിക്കാരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ രാശ്യാധിപൻ ഗുരുവാണല്ലോ. ഗുരു ഈ സമയത്ത് മിഥുനത്തിൽ അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതായത് അമിത വേഗത്തിൽ. 1 വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട മിഥുനം രാശി ഗുരു വെറും 5 മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും. അതിനാൽ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം ചെയ്യുവാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ഹാനികൾ വരുവാൻ സാധ്യതകളുണ്ട്. ഇതാണ് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.